ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ ആദ്യം തന്നെ പറയാം. മലപ്പുറം ജില്ല പുത്തനത്താണിയും തിരുനാവായക്കും ഇടയിൽ ബാവപ്പടിയാണ്. മെയിൻ റോഡിൻ്റെ വക്കിലാണ്. ഒരുപാട് ചെറിയ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. മാരുതിയുടെ വാഹനങ്ങൾ, അതോടൊപ്പം ഹുണ്ടായുടെ വാഹനങ്ങൾ, ഏകദേശം 10 lakh ബഡ്ജറ്റ് വരെയുള്ള വാഹനങ്ങളാണ് നമ്മൾ കയ്യിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ വില പറയാത്തതുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ മാക്സിമം വിലകൾ പറയാൻ ശ്രദ്ധിക്കുക. മറന്നു പോയെങ്കിൽ ക്ഷമിക്കണം. ഓട്ടോമാറ്റിക്കിൻ്റെ ചെറിയൊരു 4-5 വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ തന്നെ വാഹനങ്ങൾ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലികളിലേക്കും കുടുംബങ്ങളിലേക്കും പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹുണ്ടായുടെ i20 ആസ്റ്റ 2018 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനമാണ്. ഉദ്ദേശിക്കുന്ന വില 7,90,000 ആണ്. മാക്സിമം ഫിനാൻസ് ചെയ്ത് കണ്ട് കൊടുക്കാം. പിന്നെ ടയർ പറയുകയാണെങ്കിൽ, ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് നോക്കാനില്ല. ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ചിട്ട് കാണാം. രണ്ടായിരത്തി 2018 മോഡൽ ഹുണ്ടായുടെ i20 ആസ്റ്റ ഡീസൽ, ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന വാഹനം. നിലവിൽ സെക്കൻഡ് ഓണറാണ്. മേജർ ആക്സിഡൻറ്റുകളില്ല. ഹിസ്റ്ററി ക്ലിയർ ആണ്. എല്ലാ ഭാഗങ്ങളും ഓക്കെ ആയിട്ടുള്ള വൈൻ റെഡിലുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള 2018 ഹുണ്ടായുടെ i20 ആസ്റ്റ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലും വിഷയങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് വീഡിയോൻ്റെ ഇടയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടാം. എത്ര ഫിനാൻസ് കിട്ടും, എത്ര കാര്യങ്ങൾ അറിയുമെന്നൊക്കെ നോക്കിയിട്ട്. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് 2014 നിസാൻ്റെ മൈക്ര XV പ്രീമിയം ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡാണ്. 1.10 ഓടി, കമ്പനി സർവീസാണ്. മേജർ ആക്സിഡൻറ്റുകളില്ല. 1.10 വരെയും കമ്പനി സർവീസാണ്. ഉദ്ദേശിക്കുന്ന വില 3,85,000. കറക്റ്റായിട്ട് ഒരു ലേഡിയുടെ ഡോക്ടർ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. 2014 സിംഗിൾ ഓണർ XV പ്രീമിയം ഓട്ടോമാറ്റിക്, CVT ഓട്ടോമാറ്റിക്. ഇതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ചിട്ട് ഒന്ന് കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പുതിയ ഇൻഷുറൻസാണ്. ഏകദേശം 3 ലക്ഷം വരെ ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്. സ്പെയർ കീ, അതോടൊപ്പം തന്നെ സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 2014 XV പ്രീമിയം CVT ഓട്ടോമാറ്റിക് മൈക്ര. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിലുള്ള മറ്റൊരു വാഹനമാണ് ഹുണ്ടായുടെ സാൻഡ്രോ കോർപ്പറേറ്റ് എഡിഷൻ. അത് AMT ആണ്, CVT അല്ല, AMT ഓട്ടോമാറ്റിക്. 4 ടയറും പുതിയതാണ്. പുതിയ ഇൻഷുറൻസാണ്. ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് സൗകര്യമുണ്ട്. 4,85,000 ചോദിക്കുന്നുണ്ട്. 2020 മോഡൽ കോർപ്പറേറ്റ് എഡിഷൻ സാൻഡ്രോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ച് നോക്കാം. 2020 സാൻഡ്രോ AMT വെറും 40,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വാഹനം. ഓട്ടോമാറ്റിക്കാണ്, AMT ആണ്. നല്ല സീറ്റ് കവർ, 4 ടയർ പുതിയത്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് എഡിഷനാണ്. ഇതിൻ്റെ വേരിയൻറ്റ് കോർപ്പറേറ്റ് ആണ് വരുന്നത് കേട്ടോ. 2020 സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള സാൻഡ്രോ. ഒരു ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു ബഡ്ജറ്റ്, 5 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് സാൻഡ്രോ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് വീഡിയോൻ്റെ ഇടയിൽ നമ്പറുണ്ട്, വിളിച്ചോളി, എടുക്കാം. അതോടൊപ്പം തന്നെ അപ്പോൾ നേരത്തെ നമ്മൾ XV പ്രീമിയം CVT മൈക്ര കാണിച്ചു, ഇത് കാണിച്ചു. ഇപ്പോൾ 2 ചെറിയ ഓട്ടോമാറ്റിക് വാഹനമായി. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് 2020 മോഡൽ ഷിഫ്റ്റ് VXIൻ്റെ വിശേഷങ്ങളാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. KL55 തിരൂർ SRTOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ്. സിംഗിൾ ഓണറാണ്. ആക്സിഡൻറ്റ് റീപ്ലേസുകളൊന്നുമില്ല. B2B ഇൻഷുറൻസ്. ഉദ്ദേശിക്കുന്ന വില 6,20,000. ഏകദേശം 5 ലക്ഷം വരെ നമുക്ക് എന്ത് ചെയ്യുക, ഫിനാൻസ് കൊടുക്കാം. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ചിട്ടൊന്ന് കാണാം. 2020 ഷിഫ്റ്റ് VXI. നല്ല സീറ്റ് കവർ, മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പെയർ കീ, അതോടൊപ്പം തന്നെ സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ടയർ അത്യാവശ്യമുണ്ട്. നല്ല ഒരു ക്വാളിറ്റി
ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എന്ത് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 2020 മോഡലാണ്. അതിൻ്റെ ഈ വശങ്ങളും മറ്റ് ബോഡിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 60 സർവീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് 2020 സ്വിഫ്റ്റ് VXi ആണെങ്കിൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2019 LXi ഓപ്ഷണൽ സ്വിഫ്റ്റിൻ്റെ വിശേഷങ്ങളാണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം സിംഗിൾ ഓണറാണ്. മേജർ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ക സർവീസ്. പുതിയ ഇൻഷുറൻസ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ല, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 5 ലക്ഷം ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ് KL 71. നിലമ്പൂർ SRTOയിലാണ് ഈ വാഹനം എന്ത് ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുൻവശവും ഉൾവശവും ഒക്കെ കാണാം. (2019) മോഡൽ സ്വിഫ്റ്റ് LXi ഓപ്ഷണൽ കേട്ടോ. LXi ഓപ്ഷണലാണ്. 2 എയർ ബാഗ്, അതോടൊപ്പം തന്നെ ABS, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, പിന്നെ റിവേഴ്സ് ക്യാമറ, മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണലി വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ. അങ്ങനെ 2 വൈറ്റ് കളർ ഷിഫ്റ്റാണ് നമ്മളിഞ്ഞ്. നേരത്തെ 2020 VXi പറഞ്ഞു, 2019 LXi ഓപ്ഷണൽ പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പഴയ ടൈപ്പാണ്. പഴയ ടൈപ്പ് 2016 VXi ഷിഫ്റ്റിൻ്റെ വിശേഷങ്ങളാണ്. 54,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. 2016 VXi 74,000 കിലോമീറ്റർ, 74 അല്ല 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഗ്രേ കളറാണ്. പക്ക കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സീറ്റ് കവർ ഉണ്ട്. KL 48 വടക്കാഞ്ചേരി SRTOയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. (2016) VXi വെറും 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2016 മോഡല് VXi ആണ്. സിംഗിൾ ഓണറാണ്. 54,000 ഓടിയിട്ടുള്ളൂ. വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ. ഉദ്ദേശിക്കുന്ന വില 495. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് അത് SU സെഗ്മെൻറ്റിൽ ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതോടൊപ്പം തന്നെ കുറഞ്ഞ കിലോമീറ്ററിൽ ടാറ്റൻ്റെ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു വേരിയൻ്റാണ്. 1.5 എഞ്ചിൻ ഏറ്റവും ടോപ്പ് എൻഡ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന 2021 ഡീസൽ വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ടാറ്റ നെക്സോൺ. KL 24 കൊട്ടാരക്കര SRTOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം സിംഗിൾ ഓണറാണ്. പിന്നെ ടയർ 4 പുതിയതാണ്. ഇൻഷുറൻസ് നോക്കണ്ട, 7 ലക്ഷത്തിന് മുകളിലുണ്ട്. ഏകദേശം 8 ലക്ഷത്തോളം നിങ്ങൾക്ക് ഫിനാൻസ് ഈ വാഹനത്തിന് കിട്ടും. ഉദ്ദേശിക്കുന്ന വില 9,50,000 ആണ്. പുതിയ വണ്ടിക്ക് ഓൺ റോഡ് 16 ലക്ഷത്തോളം വരുന്നുണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് കേട്ടോ. 2021 ഏറ്റവും ടോപ്പ് എൻഡ് 3D മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൺറൂഫ് ഉണ്ട്. (2021) ഡീസൽ ഓട്ടോമാറ്റിക്. ഏകദേശം 20-നടുത്ത് മൈലേജ് കിട്ടും. മൈലേജ് കൂടുതൽ നോക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും പറ്റിയ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ പെട്ട ഒരു വാഹനമാണ്. 2021 നെക്സോൺ 1.5 എഞ്ചിൻ വരുന്ന വാഹനം. ഇനി നമ്മളിപ്പോൾ നേരത്തെ ഒരുപാട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ 2-3 വാഹനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ SUV ടൈപ്പിൽ പെട്ടൊരു വാഹനമാണ്. അടുത്തത് പറയാൻ പോകുന്നത് 2021 മോഡൽ XL6 ആണ്. മാരുതിയുടെ ഏറ്റവും വിജയിച്ച ബ്രാൻഡുകളിലൊന്ന്. നമ്മൾ ഒരു ചെറിയൊരു ഫാമിലിക്ക്, അത്യാവശ്യം മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിക്ക് പോകാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനമാണ്. KL 55 തിരൂർ ഇറങ്ങിയ വാഹനമാണ്. 10,50,000 ചോദിക്കുന്നത്. ഏകദേശം 9 ലക്ഷം നമുക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. 2021 സീറ്റ വെറും 40,000 ഓടിയിട്ടുള്ള 2 ടയർ പുതിയതാണ്, 2 ടയർ ആവറേജ് ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കളറാണ് ഈ ബ്ലൂ കളറ്. ഇനി അതിൻ്റെ ഉൾവശങ്ങളൊന്നും എന്ത് ചെയ്യുക കാണാം. 2021 നമ്മൾ എർട്ടിഗയും XL6ഉം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സിൽ മാറ്റമുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഡ്രൈവിംഗ് ക്വാളിറ്റിയൊക്കെ വരുന്ന
ഒരു വാഹനമാണ് മാരുതിയുടെ XL6. അതിൽ സീറ്റ ആൽഫ വേരിയൻ്റാണുള്ളത്. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് സീറ്റയാണ്. ഇത് പക്ക നീറ്റ് ആൻഡ് ക്ലീനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു വാഹനമാണ്. ഏകദേശം നിങ്ങൾ വാഹനങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ വീഡിയോൻ്റെ ഇടയിലുള്ള നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ ലോണിനെ കുറിച്ചും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ നമ്മളെ സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ ഇടയിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബന്ധപ്പെടാൻ കഴിയും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഓൾട്ടോ 800. കാരണം ചില ആളുകൾക്കൊക്കെ വഴി അത്യാവശ്യം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും വഴിയുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നൊരു വാഹനമാണ് ചെറിയ പിന്നെ ഈ ആൾട്ടോ 800. അതോടൊപ്പം തന്നെ ഒരുപാട് സാധാരണക്കാർ ചൂസ് ചെയ്യുന്നൊരു വാഹനമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കഷ്ണം നമ്മളെ കയ്യിലുണ്ട്. അതാണ് 2022 VXI വേരിയൻറ്റിൽ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ട് നല്ല ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ട് അത്യാവശ്യം ചെറിയ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വാഹനം. 2022 VXI 17,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. 4 രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും 3,50,000 ഫിനാൻസ് കിട്ടും. അതിലൊക്കെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. പുത്തൻ മണം മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ എങ്ങനെയാണോ വാഹനം ഇറക്കിയിട്ടുള്ളത് ഏകദേശം ആ കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ വാഹനം എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിലുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് ഗ്രേ കളർ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കിൽ തന്നെ നമ്മളെ കയ്യിലുള്ള അടുത്തൊരു സെഗ്മെൻറ്റ് വോക്സ്വാഗൻ്റെ അമിയോ. അതായത് ഡീസൽ വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള DSG ഗിയർ ബോക്സിലുള്ള ഓട്ടോമാറ്റിക്കുള്ള വാഹനമാണ്. പറയുകയാണെങ്കിൽ ഏകദേശം 18-19 അടുത്ത് ഈ വാഹനത്തിന് മൈലേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് DSG ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെർച്ച് ചെയ്യണ, എല്ലാവരും നോക്കി നടക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വോക്സ്വാഗൻ്റെ വാഹനങ്ങളിലൊന്നാണ് അമിയോ ഡീസൽ DSG ഗിയർ ബോക്സ് ഉള്ള 2016 ഹൈലൈനാണ് ഈ വാഹനത്തിൻ്റെ വേരിയൻറ്റ്. വൈറ്റ് കളറാണ്, ടയർ പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കമ്പനി സർവീസും ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. KL 03 പത്തനംതിട്ട SRTOയിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉദ്ദേശിക്കുന്ന വില 6 ലക്ഷം രൂപയാണ്. പുതിയ ടയർ, പുതിയ ഇൻഷുറൻസ്, മാക്സിമം 5 ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കിട്ടും. 2016 മോഡലാണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ഡിക്കി സ്പേസും അതോടൊപ്പം തന്നെ അത്യാവശ്യം മൈലേജൊക്കെ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, താഴെ നമ്പറുണ്ട്, വിളിച്ചോളിയും എടുത്തോളിയും കൊണ്ടുപോയിക്കോളിയും. നമ്മൾ പോകുന്നത് 2022 ZXi പ്ലസ് എർട്ടിക്കയാണ്. 7 സീറ്ററിൽ നമ്മളെ കയ്യിലുള്ളൊരു വാഹനമാണിത്. 2022 വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ZXi പ്ലസ്. ഇതിന് മേലേക്ക് ഇനി എർട്ടിക്കല്ല, ആ വാഹനമാണിത്. ഉദ്ദേശിക്കുന്ന വില 11,50,000. അതിൻ്റെ ഉൾവശങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാണാം. ആക്സിഡൻറ്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2022 പക്ക മോഡലുണ്ട്. KL 60 കാഞ്ഞങ്ങാട് SRTOയിലാണ് ഈ വാഹനം എന്ത് ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തട്ടുമുട്ട്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എർട്ടിക ഉദ്ദേശിക്കുന്ന ഒരാൾ, എർട്ടിക എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഫീച്ചേഴ്സൊന്നും ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആഡ് ചെയ്യാൻ ആവശ്യമില്ല. അത് ഏകദേശം 15 ലക്ഷം രൂപയുടെ അടുത്ത് ഇന്ന് ഓൺ റോഡ് വില വരുന്ന വാഹനം. ഉദ്ദേശിക്കുന്ന വില 11,50,000. ഇത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. മാക്സിമം ഫിനാൻസ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 2021 ബലേനോ ഡെൽറ്റയുടെ വിശേഷങ്ങളാണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നെക്സ ബ്ലൂയോട് കൂടിയിട്ടുള്ള വാഹനം. പിന്നെ സിംഗിൾ ഓണറാണ്. ആക്സിഡൻറ്റ്, റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. KL 04 ആലപ്പി രജിസ്ട്രേഷൻ. 2021 ഡെൽറ്റ 45,000 കിലോമീറ്റർ. ഉദ്ദേശിക്കുന്ന വില 6,80,000 ആണ്. ഇതിൽ 5 ലക്ഷത്തിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻസ് ഫെസിലിറ്റി കൊടുക്കുക. വില കൂടിയ സീറ്റ് കവറ്, അതോടൊപ്പം ആൻഡ്രോയിഡ് സെറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ വല്ല കുറവുകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. മാക്സിമം വാഹനങ്ങളുടെ വില പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ വീഡിയോകളൊക്കെ വില ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ഇതും കൂടെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വിലകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വിലയൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം എല്ലാ വാഹനങ്ങളുടെ വിലയും എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് ഡീസൽ വാഹനം 2021 ഹോണ്ട അമേസ് സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള KL25 പുനലൂർ SRTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള അണ്ടർ വാറൻറ്റിയിലുള്ള വാഹനമാണ്. അപ്പോൾ അത് കാണാം, നല്ല കളറാണ്, മേജർ ആക്സിഡൻറ്റുകളില്ല, ബാക്കിലെ പമ്പർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. KL25 പുനലൂർ SRT 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്പെയർ കീ, സർവീസ് ബുക്ക്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അവൈലബിൾ ആണ്. 35,000 സർവീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിക്കും തിരുനാവായക്കും ഇടയിൽ ബാവപ്പടി എന്ന സ്ഥലത്താണ്. നമ്മൾ ഓട്ടോ ഹബ്ബ് എന്ത് ചെയ്താൽ മതി, നമ്മളെ മാപ്പിൽ അടിച്ചു കൊടുത്താൽ നമ്മളെ ഓഫീസിന് മുന്നിൽ എന്ത് ചെയ്യും, വാഹനം ചെന്നെത്തിക്കും. ഏകദേശം നല്ല മൈലേജുള്ള നല്ല യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അത്യാവശ്യം നല്ല യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാവുന്ന ഹോണ്ടയുടെ മൈലേജ് കൂടിയ വാഹനങ്ങളിലൊന്നാണ് അമേസ്. അറിയാം, ഇപ്പോൾ ഡീസൽ ഈ വാഹനം എന്ത് ചെയ്യണില്ല, കമ്പനി ഇറക്കുന്നില്ല. നമ്മൾ അടുത്തത് പോകുന്നത് ഒരു 6.5 ബഡ്ജറ്റിൽ ഒരു ബലേനോ ആൽഫ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ കളറിൽ അവർക്ക് പറ്റിയ വിലയിലുള്ളൊരു മോഡലാണിത്. 2018 ആൽഫ 45 ഓട്ടം, സെക്കൻഡ് ഓണർ, 6,60,000 ചോദിക്കുന്നുണ്ട്. 6.5 നമുക്ക് കൊടുക്കാം. മേജർ ആക്സിഡൻറ്റുകളില്ല, നല്ല വാഹനം ആൽഫ. നമുക്കിതിൽ ബലേനോയിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനമാണിത് കേട്ടോ. കമ്പനി സർവീസാണ്. (2018) സെക്കൻഡ് ഓണറാണ്. KL07 എറണാകുളം SRTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ്. 2018 ആൽഫയാണ്, ഏറ്റവും ടോപ്പ് എൻഡ്, സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇൻഷുറൻസ് അത്യാവശ്യം ടൈമുണ്ട്, ടയർ ഭാഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. 2018 കേട്ടോ. നമ്മൾ നേരത്തെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ ഒരുപാട് വാഹനങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയും അറിയാം, നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിക്കും തിരുനാവായക്കും ഇടയിൽ ബാവപ്പടി ഓട്ടോ ഹബ്ബാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, വീഡിയോൻ്റെ ഇടയിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന വീഡിയോൻ്റെ ഇടയിലുള്ള നമ്പറിൽ ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ നിങ്ങളിനി വാഹനം കൊടുക്കുവാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ പിന്നെ അതോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പടിയും കൂടണ്ട, നമ്മളെ നമ്പർ കാണുക, വിളിക്കുക. നമുക്ക് ഉദ്ദേശിക്കുന്ന മാക്സിമം റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വാഹനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളെ കയ്യിൽ 1-2 ചെറിയ വാഹനങ്ങളും കൂടെ ഉണ്ട്. 2011 അൾട്ടോ KTM VXi 90 ഓടിയ സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ട് വാഹനം 1,85 ചോദിക്കുന്നു. 2010 ഷിഫ്റ്റ് VDI 1,50,000 ഓടി, സെക്കൻഡ് ഓണർ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഉദ്ദേശിക്കുന്ന വില 2,40,000. അത്യാവശ്യം ടൈമും കാര്യം 1.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ആ വാഹനത്തിന് റിന്യൂവലുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരുപാട് വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൊക്കെ വാഹനങ്ങളുടെ സെപ്പറേറ്റ് റീലുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വാഹനത്തിൻ്റെയൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഈ പേരിലുള്ള MACP മീഡിയ എന്നുള്ള പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇതുവരെ കണ്ടതിന് നന്ദി. ഓക്കെ, ഗുഡ് ബൈ.